അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന കോഴ്സിലെ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്നലെ അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദുർസുൽ ഹാദി അഷറ അഥവാ 10 വരെയുള്ള ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആയിരുന്നു യഥാർത്ഥത്തിൽ 11ാമത്തെ ചാപ്റ്ററിലൂടെ ഷെയ്ഖ് ക്രമീകരിച്ചത്. നമ്മളത് വായിക്കുകയും അതിലെ തംരീനുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിലെ 2ാമത്തെ തംരീൻ ഇഖ്റ, വായിക്കുക എന്നതായിരുന്നു. അതാണ് ബോർഡിൽ കാണുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, വായിച്ചു. ചില സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ് എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഈ കാര്യം ഒന്നും കൂടെ ഊന്നി പറയുന്നത്. അഥവാ ഇത് നമുക്ക് സംസാര ഭാഷയിലേക്ക് ചില പ്രയോഗങ്ങളെ കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നോക്കൂ, ഉഹിബ്ബു അബി വ ഉമ്മി, ഉഹിബ്ബു അഹി വ ഉഖ്തി, ഉഹിബ്ബു സമീലി, ഉഹിബ്ബു ഉസ്താദി, ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബുൻ നബിയ, ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ. എപ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുക? ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടായിരിക്കും, അല്ലേ? നിൻ്റെ ഉപ്പയെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ആ തുഹിബ്ബു അബാക്ക. അപ്പോൾ നഅം ഉഹിബ്ബു അബി എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ആ തുഹിബ്ബു അഹാക്ക, നഅം ഉഹിബ്ബു അഹി എന്ന് പറയും. ആ തുഹിബ്ബു ജമീലക്ക, നീ നിന്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നുണ്ടോ? നഅം ഉഹിബ്ബു ജമീലി എന്ന് പറയും. ആ തുഹിബ്ബു ഉസ്താദക്ക, നീ നിന്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നുണ്ടോ? നഅം ഉഹിബ്ബു ഉസ്താദി എന്ന പോലെ ആ തുഹിബ്ബുല്ലാഹ, നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നഅം ഉഹിബ്ബുല്ലാഹ. ആ തുഹിബ്ബുൻ നബിയ, നഅം ഉഹിബ്ബുൻ നബിയ. ആ തുഹിബ്ബുൽ ലുഗത്തൽ അറബിയ, നീ അറബി ഭാഷയെ സ്നേഹിക്കുന്നുണ്ടോ? നഅം ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് ഒരു പ്രയോഗം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ പ്രയോഗിച്ച് സംസാരിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഭാഷാ പഠനം കൂടുതൽ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്നത്. ശരി, നമുക്കിതിലേക്ക് ചേർത്ത് നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബോർഡിലേക്ക് നോക്കൂ. ഇനി ഇവിടെ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ചോദ്യം: അതുഹിബ്ബു, അതുഹിബ്ബു, അതുഹിബ്ബു അബാക്ക, അബാക്ക. എന്താ ഇതിൻ്റെ അർത്ഥം? അതുഹിബ്ബു, നീ സ്നേഹിക്കുന്നുണ്ടോ? അബാക്ക, നിന്റെ ഉപ്പയെ നീ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ ഉത്തരം എന്താണ്? നഅം, നഅം ഉഹിബ്ബു, നഅം ഉഹിബ്ബു അബീ, അബീ. അതെ, ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അവിടെ നമുക്ക് അതുഹിബ്ബു, അതുഹിബ്ബു, അതുഹിബ്ബുല്ലാഹ, അതുഹിബ്ബുല്ലാഹ
എന്താ അതിൻ്റെ അർത്ഥം? അതുഹിബ്ബുല്ലാഹ, നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉത്തരം എന്താണ്? നഅം, നഅം ഉഹിബ്ബുല്ലാഹ, നഅം ഉഹിബ്ബുല്ലാഹ. അതെ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അപ്പം ഇവിടെ ഉഹിബ്ബുല്ലാഹ എന്നാണ് ഉപയോഗിച്ചത്. അതെ, അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു. അതേ സമയത്ത് നേരത്തെ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം എന്തായിരുന്നു? അതുഹിബ്ബു, അതുഹിബ്ബു അബാക്ക, അബാക്ക. ഇവിടെ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് അതുഹിബ്ബുല്ലാഹ, ഫത്ഹിനെ സ്പഷ്ടമായി അവിടെ കൊടുത്തു, വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ അതേ സമയത്ത് അതുഹിബ്ബു അബാക്ക, നിന്റെ ഉപ്പയെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ ചില വാക്കുകൾ അഥവാ 5ഓളം നാമങ്ങൾ അറബി ഭാഷയിലുണ്ട്. അസ്മാ ഉൽ ഹംസ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അസ്മാ ഉൽ ഹംസ എന്ന നാമങ്ങൾ അതിൽപ്പെട്ട ചില നാമങ്ങളാണ് ഇവിടെ എഴുതുന്നത്. അതിലൊന്ന് അബ്, അബുൻ, അതുപോലെ തന്നെ അഹ്, അഹുൻ. അടുത്തത് ഹമുൻ, ഹമുൻ. മറ്റൊന്ന് ദൂ, ദൂ, അതുപോലെ ഫു. അബുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം. അബുൻ പിതാവ്. അഹുൻ എന്ന് പറഞ്ഞാലോ സഹോദരൻ. ഹമുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ പിതാവ്, അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുവിനെയൊക്കെയാണ് ഹമുൻ എന്ന് പറയാം. ദൂ എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്നതാണ്. അപ്പോൾ ദൂമാൽ സമ്പത്തുള്ളവൻ, ദൂ ജമാൽ ഭംഗിയുള്ളവൻ എന്നൊക്കെ. ആ ഉള്ളവൻ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ദുൽ ജലാലി വൽ ഇക്റാം, അല്ലെ മഹത്വമുടയവൻ എന്നൊക്കെ അള്ളാഹുവിനെ പറ്റി പറയാറുണ്ടല്ലോ. ഫു എന്ന് പറയുമ്പോൾ വായനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വാക്കുകൾക്ക് ഫത്തഹിൻ്റെയും അഥവാ നസ്ബിൻ്റെയും റഫിൻ്റെ അഥവാ ലൊമ്മ കൊടുക്കുന്നതും ലൊമ്മ കൊടുക്കുമ്പോഴും അതുപോലെ ജറിൻ്റെ അഥവാ കെസർ കൊടുക്കുമ്പോഴുമുള്ള സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലൊമ്മിൻ്റെ സ്ഥാനത്ത് ഇതിനുപയോഗിക്കുന്നത് അഥവാ റഫിൻ്റെ സ്ഥാനം, ലൊമ്മ എന്ന് പറയുമ്പോൾ റഫിൻ്റെ സ്ഥാനത്ത് അബുൻ, അഹുൻ, ഹമുൻ, ദു, ഫു എന്നതിനെ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? നമുക്ക് കാണാം. അബുൻ എന്നതിന് റഫിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക, അബൂ. അപ്പൊ നിന്റെ ഉപ്പ എന്നെങ്ങനെ പറയാ? അബൂക്ക എന്നാണ് പറയാ, അബൂക്ക. അപ്പൊ ഇവിടെ അബൂക്ക, ഇവിടെ നമ്മൾ ലൊമ്മിന് ശേഷം വാവ് കൊടുത്തു. അതിവിടെ ലൊമ്മിന് പകരമായി അഥവാ റഫിൻ്റെ സ്ഥാനത്താണത്. അപ്പോൾ ലൊമ്മ് എന്നത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായി ഈ വാവാണ് കൊടുക്കുക, അബൂക്ക എന്നാണ് പറയാം. ഇനി ഇതിന് ഫത്ഹ് കൊടുക്കുന്ന സന്ദർഭം വരുമ്പോഴോ, ഫത്ഹ് കൊടുക്കുന്ന സന്ദർഭം വരുമ്പോൾ അബൂക്ക എന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? അഹാക്ക, അബാക്ക എന്നായിരിക്കും. എന്താണ് ഉപയോഗിക്കുന്നത്? അബാക്ക എന്നാണ്. ഇങ്ങനെയാണ് പറയാം, അബാക്ക. ഇനി കെസ്ർ കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നോക്കാം. കെസ്ർ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന രീതി അഹീക എന്നായിരിക്കും. അഹീക, അഹീക എന്നാണ് ഉപയോഗിക്കുക. അപ്പോ അബൂക്ക, അബാക്ക, അഹീക. ഇനി ഉഹിബ്ബുല്ലാഹ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബുല്ലാഹ. ഇവിടെ ഇതിന് ഫത്ഹ് വരാനുള്ള കാരണം എന്താണ്?
ഉഹിബുല്ലാഹ എന്ന് പറയാൻ കാരണം എന്താണ്? ഉഹിബുല്ലാഹി എന്നോ ഉഹിബുല്ലാഹു എന്നോ പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല. ഇവിടെ ഇത് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചന നൽകിയിരുന്നു. അപ്പോൾ എന്തിനെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് അള്ളാഹുവിനെ. ഇങ്ങനെയുള്ള ആ ഒരു ഉത്തരം വരുമ്പോൾ നീ എന്താണ് വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഞാൻ പേന വാങ്ങി, അല്ലെങ്കിൽ പേനയെ ഞാൻ വാങ്ങി. നീ എന്തിനെയാണ് കണ്ടത്? ഞാൻ ഒരു ആനയെ കണ്ടു. അപ്പോൾ എന്തിനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്ന ആ നാമങ്ങൾക്ക് മഫ്ഊൽ എന്നാണ് പറയുക. ആ മഫ്ഊലിന് എപ്പോഴും കൊടുക്കുന്നത് എന്തായിരിക്കും? ഫത്ഹ ആയിരിക്കും, നസുബായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഉഹിബുല്ലാഹ എന്ന് പറഞ്ഞത്. ഉഹിബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഇനി അതേ സമയത്ത് നീ നിന്റെ ഉപ്പയെ സ്നേഹിക്കുന്നുവോ? നീ ഉപ്പയെ സ്നേഹിക്കുന്നുവോ? നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവോ? നീ നിന്റെ ഭാര്യ പിതാവിനെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ആ ചോദ്യങ്ങളെ ചോദിക്കുക? അവിടെയാണ് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യത വരുന്നത്. നോക്കൂ, ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ്? നേരത്തെ പറഞ്ഞു അതുഹിബുല്ലാഹ എന്നത് അതേ രൂപത്തിൽ തന്നെ നിന്റെ പിതാവിനെ നീ സ്നേഹിക്കുന്നോ എന്നെങ്ങനെ ചോദിക്കുക നമ്മൾ? അതുഹിബു, പിതാവിന് എന്താ പറയാ? അബു എന്നാണ് പറയാ. അപ്പോൾ നിന്റെ പിതാവിനെ, അപ്പോൾ അവിടെ മഫ്ഊലാണ്. എങ്ങനെ ചോദിക്കണം? അതുഹിബു അബാക, അബാക, അതുഹിബു അബാക. ഇവിടെ ഫത്ഹിന്റെ സ്ഥാനത്തായതുകൊണ്ട് ഇങ്ങനെയാണ് പറയാ, അതുഹിബു അബാക. പിന്നെ ഉത്തരം പറയുമ്പോഴോ അതിന് ഉത്തരം പറയാം ഉഹിബു, ഉഹിബു, ഉഹിബു അബീ, അബീ, ഉഹിബു അബീ. ഇവിടെ യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് അഥവാ എൻ്റെ എന്ന് ചേർക്കുമ്പോൾ ഇവിടെ കസറിന് ശേഷം യാ ആണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉഹിബു അബീ, ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്ക് ചേർത്ത് പറയാം നഅം, അല്ലേ? നഅം, അപ്പോഴാണ് പൂർണ്ണമാകുന്നത്. നഅം ഉഹിബു അബീ, അതെ, ഞാൻ എൻ്റെ ഉപ്പയെ ഞാൻ സ്നേഹിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. നോക്കൂ, അതുഹിബു അഹാക, അഹാക ചോദ്യചിഹ്നം. ഇനി അതെ, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറയാ? നഅം, നഅം എന്നിട്ട് കോമിട്ടിട്ട് ഉഹിബു, നഅം ഉഹിബു അഖീ, അഖീ, അതെ, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയണം. അപ്പോൾ അതുഹിബുല്ലാഹ, നഅം ഉഹിബുല്ലാഹ. അതുഹിബുൽ ഖുർആന, നഅം ഉഹിബുൽ ഖുർആന. അതുഹിബു മക്കത, നഅം ഉഹിബു മക്കത. അതുഹിബു മദീനത്തൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം ഉഹിബു മദീനത്തൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇത് നമ്മൾ പ്രയോഗിച്ച് നമ്മൾ സംസാര ഭാഷയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അതിനെ നമ്മുടേതായ സെൻറ്റൻസുകളാക്കി മാറ്റുകയും ചെയ്യണം. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്ദർസു സാനി അഷർ, അദ്ദർസു സാനി അഷർ, 12ാമത്തെ ചാപ്റ്റർ. ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് അഭിസംബോധന രീതിയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ നമ്മൾ പുരുഷന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇനി സ്ത്രീകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളും അതിൻ്റെ ചില നിയമങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതൊന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദർസുൽ ആഷിർ 10ാമത്തെ ചാപ്റ്ററിലാണ് ഈ കാര്യം പുരുഷ വിഭാഗത്തോട് സംസാരിക്കുമ്പോഴുള്ള രീതി നമുക്ക് പകർന്നു വരുന്നത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അദ്ദർസു അസാനി അഷർ വായിച്ചു നോക്കൂ. സുആദ്. സുആദ് സുആദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരാണ്. അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കി സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രയോഗം നോക്കണേ. കൈഫ ഹാലുക്കി യാ ബിൻതു അന ബിഖൈരിൻ വൽഹംദുലില്ലാഹ്. മിൻ ഐന അൻതി? അന മിനർ റിയാദ്. മസ്മുക്കി? ഇസ്മി ആമിനതു. ഇസ്മി ആമിനതു. ഐന അബൂക്കി? അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ. ഹുവ മുവജ്ജിഹുൻ ഫിൽ മദ്രസത്തി സാനവിയ. വഅൈന ഉമ്മുക്കി? ഹിയ അയ്ളൻ ഹുന. ഹിയ തബീബത്തുൻ ഫി മുസ്തശ്ഫൽ വിലാദ. വമൻ ഹാദിഹിൽ ഫതാത്തു ലത്തി മഅകി? അഹിയ ഉഖ്തുക്കി? ലാ ഹിയ ബിൻതു അമ്മി. മസ്മുഹാ? ഇസ്മുഹാ ഫാത്തിമത്തു. അഹിയ زميلتك؟ لا أنا في المدرسة المتوسطة وهي في المدرسة الثانوية. ألك أخت؟ لا ما لي أخت. ألك أخ؟ نعم لي أخ كبير وهو طالب بالجامعة. ومن هذا الطفل الذي معك؟ هو ابن أخي. ما اسمه؟ اسمه سعد. أأمك في البيت الآن؟ لا ذهبت إلى المستشفى. നമ്മളിത് വായിക്കാൻ നമ്മൾ ശ്രമിച്ചു, വായിച്ചു. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ പ്രയോഗങ്ങളിലേക്ക്, ഇതിൻ്റെ ശൈലികളിലേക്ക് നമുക്കൊന്ന് ഓരോന്നായിട്ട് നമുക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. അദ്ദർസു സാനി അഷർ. അപ്പം ഇനി ഓരോരുത്തരും ശ്രദ്ധിച്ച് ഇതിലെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കാം. സുആദ്. അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് സുആദ് എന്ന് പറയുന്നത്? കണ്ടില്ലേ, സുആദ്. സുആദ് എന്നുള്ള നാമം, സുആദ് ഇത് സ്ത്രീകളുടെ പേരാണ്. സുആദ്. സുആദ് ആരോടാ സംസാരിക്കുന്നത്? ബിൻത്, പെൺകുട്ടിയോടാണ്. അൽ ബിൻത്, അൽ ബിൻത് ദ ഗേൾ അല്ലേ, പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സുആദ് ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവിടെ എടുക്കുന്ന രീതി നോക്കൂ. എന്താണ് അവിടെ എടുത്തത്? അസ്സലാമു അലൈക്കി. അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണഗതിയിൽ നമ്മൾ അസ്സലാമു അലൈക്ക, അസ്സലാമു അലൈക്കും എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഭാഷ പഠിപ്പിക്കുമ്പോൾ പൊതുവായി നമ്മൾ പുരുഷന്മാരോട് പറയുന്നത് തന്നെ പൊതുവായി നമ്മൾ സ്ത്രീകളോട് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയാറുണ്ട്. എന്നാൽ അതിനെ പെൺകുട്ടികളെ മാത്രമായി, സ്ത്രീകളെ മാത്രമായി നമ്മൾ അവരോട് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസ്സലാമു അലൈക്ക എന്നല്ല പറയാം, അസ്സലാമു അലൈക്കി എന്നാണ് പറയാം. അപ്പോൾ ആ കീ എന്നുള്ള പ്രയോഗം അവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അൽ ബിൻത്, ആ പെൺകുട്ടി, അതിന് മറുപടി പറയുന്നത് എന്താണ്? വഅലൈക്കിസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കിസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത നോക്കൂ. കൈഫ ഹാലുക്കി യാ ബിൻതു. കൈഫ ഹാലുക്കി യാ ബിൻതു. കൈഫ ഹാലുക്കി യാ ബിൻതു. എന്താണ് അതിൻ്റെ അർത്ഥം? പെൺകുട്ടി, നിന്റെ വിശേഷം എന്താണ് എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖമാണോ അല്ലേ? കൈഫ ഹാലുക്കി, നിന്റെ അവസ്ഥ എന്താണ്
നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കാനാണ്. നിന്റെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ്? കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹാലുക്കി നിന്റെ അവസ്ഥ. അപ്പോൾ ഹൗ ആർ യു എന്ന് നമ്മൾ പറയുന്ന അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് കൈഫ ഹാലുക്കി യാ ബിന്തു. അപ്പോൾ ഇവിടെ ഹാലുക്കി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിനെ ആരോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്? യാ ബിന്തു എന്നതാണ്. യാ ബിന്തു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ചോദിക്കണം അതിനോട്? കൈഫ ഹാലുക്കി എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ വലതാണ് എന്നുണ്ടെങ്കിലോ, വലതാണ് എങ്കിൽ അവിടെ എന്ത് പറയും? യാ വലതു എന്നാണെങ്കിൽ എങ്ങനെ പറയാ? യാ വലതു എന്നതിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ കൈഫ ഹാലുക എന്നാണ് പറയാ. യാ വലതു. അപ്പോൾ ഇവിടെ നമ്മൾ കൈഫ ഹാലുക്കി യാ ബിന്തു, പെൺകുട്ടിയെ നിന്റെ വിശേഷങ്ങൾ എന്താണ്, അല്ലെ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കും. കൈഫ ഹാലുക്കി യാ ബിൻ, അന ബിഖൈരിൻ വൽഹംദുലില്ലാ. അന ബിഖൈർ, ഞാൻ ഖൈറിലാണ്. വൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അന ബിഖൈർ, ഞാൻ ഖൈറിലാണ്, എനിക്ക് സുഖമാണ് എന്നർത്ഥം. മിൻ ഐന അൻതി, മിൻ ഐന അൻതി, എന്താ അതിൻ്റെ അർത്ഥം? നീ എവിടെ നിന്നാണ്? മിൻ ഐന അൻതി, അൻതി നീ എവിടെ നിന്നാണ്? അനമിന റിയാദ്, ഞാൻ റിയാദിൽ നിന്നാണ്. അനമിന റിയാദ്, ഞാൻ റിയാദിൽ നിന്നാണ്. മസ്മുക്കി, നോക്കൂ നിങ്ങൾ, മസ്മുക്കി ഇവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണത്. മാ ഇസ്മുക്കി എന്ന് ആളുകൾ തെറ്റായി പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. മസ്മുക്കി എന്നാണ് പറയേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? മാ എന്ന് എഴുതിയിട്ട് വീണ്ടും അലിഫിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് വസുലിൻ്റെ ഹംസയാണ്, വസുലിൻ്റെ ഹംസയാണ് എന്ന് പിന്നെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ മസ്മു, മസ്മുക, മസ്മുക്കി പെണ്ണായതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ മസ്മുക്കി എന്നാണ്. മസ്മുക്കി, നിൻ്റെ നാമം എന്താണ്, നിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ നെയിം? യെസ്, അതിന് പറഞ്ഞത് എന്താണ്? ഇസ്മി ആമിനത്തു, ഇസ്മി ആമിനത്തു. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ചില ആളുകളെങ്കിലും ഇസ്മ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, അലിഫിട്ടിട്ട് അതിൻ്റെ താഴെ ഹംസ ഇട്ട് എഴുതും. ഇസ്മ, ഇത് തെറ്റാണ്, അങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ എങ്ങനെയാണിത് എഴുതേണ്ടത്? അത് എഴുതേണ്ടത് എന്താണ്? ഇസ്മ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം, ഹംസ ഇടാൻ പാടില്ല. ഇസ്മ. അതുപോലെ തന്നെ ഇബിൻ, ഈ പാഠത്തിൽ തന്നെ അത് വരുന്നുണ്ട്. ഇബിന് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും ചില ആളുകൾ, ഇബിൻ. ഇത് തെറ്റാണ്. ഇബിന് എന്ന് എഴുതുമ്പോഴും എന്തില്ല, ഇതിന് പകരം ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇബിൻ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മസ്മുക്കി, മസ്മുക്കി നിന്റെ പേരെന്താണ്? ഇസ്മി ആമിനത്തു. ഐന അബൂക്കി, ഐന അബൂക്കി നിന്റെ ഉപ്പ എവിടെയാണ്? ഐന അബൂക്കി നിന്റെ ഉപ്പ എവിടെയാണ്? അപ്പോൾ അബൂക്കി. അബിഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, ഉപ്പ ഇവിടെ മദീന മുനവ്വറയിലുണ്ട്. ഹുവ മുവജ്ജിഹുൻ ഫിൽ മദ്രസത്തി സാനവിയ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടാകുന്നത് മുഫത്തിഷ് എന്നായിരിക്കും. നമ്മുടെ ടെക്സ്റ്റിൽ, നമ്മുടെ കയ്യിലുള്ള PDF മുവജ്ജിഹുൻ എന്നതാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം ഇതായിരിക്കും. ഈ പുസ്തകത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഫത്തിഷുൻ എന്നതാണ്. അപ്പോൾ മുഫത്തിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിൽ മദ്രസത്തി സാനവിയ, മദ്രസയിലെ, ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ എന്നാണ് കൊടുത്തതെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടർ എന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടർ. മുഫത്തിഷ്, നമ്മൾ സാധാരണ മദ്രസയിലേക്ക് മുഫത്തിഷ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഫത്തിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശോധകൻ എന്നതാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നമ്മുടെ മദ്രസയിൽ വരുന്ന, സ്കൂളുകളിലൊക്കെ വരുന്ന പരിശോധകർക്ക് പറയുന്ന പേരാണെന്ത്? മുഫത്തിഷ്. അപ്പോൾ അവിടെ സ്കൂളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ, സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടറാണ് അദ്ദേഹം.
എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹുവ മുവജ്ജിഹുൻ എന്നതാണ്. മുവജ്ജിഹുൻ എന്നതിൻ്റെ അർത്ഥം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗൈഡ് എന്നതാണ് മുവജ്ജിഹുൻ. അപ്പോൾ മാർഗനിർദ്ദേശകൻ, അതുപോലെ തന്നെ ഗൈഡ് എന്നതൊക്കെയാണ് മുവജ്ജിഹുൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ എന്നാണെങ്കിൽ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടർ. അതല്ല ഹുവ മുവജ്ജിഹുൻ ഫിൽ മദ്രസത്തി സാനവിയ എന്നതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇൻസ്ട്രക്ടർക്കാണ്, അഥവാ മാർഗനിർദ്ദേശകൻ എന്നതാണ് മുവജ്ജിഹുൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ ഐന ഉമ്മുക്കി, വ ഐന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെയാണ്, നിന്റെ ഉമ്മ എവിടെയാണ്. ഹിയ ഐലൻ ഹുന, ഹിയ ഐലൻ ഹുന, അവളും ഇവിടെ തന്നെയാണ്. ഹിയ ഐലൻ ഹുന, അവളും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഉമ്മയാകുമ്പോൾ അവരും, അല്ലെ, ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അവൾ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഹിയ ഐലൻ ഹുന, ഷീ ഈസ് ഓൾസോ ഹിയർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവളും അവരും ഇവിടെ തന്നെയുണ്ട്. ഹിയ തൊബീബത്തുൻ ഫിൽ മുസ്തഷ്ഫൽ വിലാദ, ഹിയ തൊബീബത്തുൻ, അവർ ഡോക്ടറാണ്. ഫി മുസ്തഷ്ഫൽ വിലാദ, മെറ്റർണിറ്റി ഹോസ്പിറ്റൽ, അതാണ് മുസ്തഷ്ഫൽ വിലാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്തഷ്ഫൽ വിലാദ, മുസ്തഷ്ഫൽ വിലാദ എന്ന് പറഞ്ഞാൽ മെറ്റർണിറ്റി ഹോസ്പിറ്റൽ അഥവാ പ്രസവ ആശുപത്രിക്കാണ് മുസ്തഷ്ഫൽ വിലാദ എന്ന് പറയുന്നത്. പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഉള്ള ഹോസ്പിറ്റൽ, അതാണ് മുസ്തഷ്ഫൽ വിലാദ, പ്രസവ ഹോസ്പിറ്റൽ. അപ്പോൾ ഹിയ തൊബീബത്തുൻ, അവർ ഡോക്ടറാണ്. ഫി മുസ്തഷ്ഫൽ വിലാദ, എവിടെയാണ് അവർ ഡോക്ടറായിട്ടുള്ളത്? മുസ്തഷ്ഫൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ. വമൻ ഹാദിഹിൽ ഫതാത്തുല്ലത്തി മഅക്കി, വമൻ ഹാദിഹിൽ ഫതാത്തുല്ലത്തി മഅക്കി, നിങ്ങളോടൊപ്പമുള്ള ഈ യുവതി ആരാണ്? അതാണ് വമൻ ഹാദിഹിൽ ഫതാത്തുല്ലത്തി മഅക്കി, നിങ്ങളോടൊപ്പമുള്ള യുവതി ആരാണ്? അഹിയ ഉഖ്തുക്കി, അഹിയ ഉഖ്തുക്കി, അവർ നിന്റെ സഹോദരിയാണോ? അവർ നിന്റെ സഹോദരിയാണോ? ലാ, ലാ, അല്ല. ഹിയ ബിൻതു അമ്മി, ഹിയ ബിൻതു അമ്മി, അവർ എൻ്റെ അമ്മിൻ്റെ മകളാണ്. ആരാണ് അമ്മ്? അമ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മ്. ലാ ഹിയ ബിൻതു അമ്മി, എൻ്റെ അമ്മിൻ്റെ മകളാണ്. അമ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ, എളാപ്പ എന്നൊക്കെ പറയും, മൂത്താപ്പ എന്നൊക്കെ നമ്മൾ പറയാറുള്ള, അതിനാണെന്ത് പറയാം? അമ്മ്. അഹുൽ അബ് അഥവാ ബാപ്പയുടെ സഹോദരനാണെന്ത് പറയാ? അമ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അറബിയിൽ തന്നെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അഹ് എന്നതുകൊണ്ട് അമ്മ് എന്നതിൻ്റെ അർത്ഥം, അമ്മ് എന്നതിൻ്റെ അർത്ഥം അഹുൽ അബ്, അമ്മ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്, അഹാണ്. ആരുടെ അഹ്? അഹുൽ അബ്, ഉപ്പയുടെ സഹോദരനാണെന്ന് പറയാം, അമ്മ എന്ന് പറയാം. അപ്പം ഇവിടെ ഹിയ ബിൻതു അമ്മി, അവർ എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകളാണ്. അപ്പം എളാപ്പയുടെ മകളാണ്, അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകളാണ് എന്നൊക്കെ അർത്ഥം പറയാം. മസ്മുഹ, മസ്മുഹ, അവരുടെ പേരെന്താണ്? അപ്പോൾ മാ ഇസ്മുഹ എന്ന് പറയാൻ പാടില്ല അല്ലേ? പിന്നെ എങ്ങനെ പറയാം? മസ്മുഹ, അവരുടെ പേരെന്താണ്? ഇസ്മുഹ ഫാത്തിമത്തു, ഇസ്മുഹ ഫാത്തിമത്തു, അവരുടെ പേര് ഫാത്തിമ എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു പാഠത്തെ തന്നെ 2 പാർട്ടുകളാക്കി മാറ്റിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഈ പാഠഭാഗത്ത് നമുക്ക് ചില പ്രയോഗങ്ങൾ, നമ്മുടെ സംസാരത്തിലേക്ക് കടന്നു വരേണ്ട ചില കാര്യങ്ങൾ കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ ഒരു ഭാഗം വിശദീകരിച്ചെടുത്ത്, ഈ ഒരു ഭാഗം വിശദീകരിച്ച്, ഇതൊക്കെ നമ്മുടേതായ പ്രയോഗങ്ങളായിട്ട് മാറുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കി, അസ്സലാമു അലൈക്ക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയോ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ മിൻ ഐന അൻതി, പെണ്ണാണെങ്കിൽ മിൻ ഐന അൻതി, ആണാണെങ്കിൽ മിൻ ഐന അൻത എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ. അതുപോലെ തന്നെ ഉപ്പ, എൻ്റെ ഉപ്പ ഇവിടെ മദീനയിലുണ്ട് എന്ന് ഈ ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, എങ്കിൽ എൻ്റെ മകൻ ഇവിടെ ഉമ്മുൽ ഖുറയിലുണ്ട് എന്നിങ്ങനെ പറയാ?
അപ്പോൾ നമുക്കത് പറയാൻ കഴിയണം. ഇത് പഠിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയും. എൻ്റെ മകൻ എന്നിങ്ങനെ പറയാ? ആ ഇബിനി, ഇബിനി. ഇവിടെ ഇബിനി ഹുന, ഇബിനി ഹുന എവിടെ? ഇബിനി ഹുന ഫി ജാമിഅത്തി ഉമ്മുൽ ഖുറ. മകൻ ഇവിടെ ഉമ്മുൽ ഖുറയിലുണ്ട്. ഇബിനി ഹുന ഫി മക്ക. എൻ്റെ മകൻ ഇവിടെ മക്കയിലുണ്ട്. പറഞ്ഞൂടെ? ഇബിനി ഹുന ഫി റിയാദ്. എൻ്റെ മകൻ ഇവിടെ റിയാദിലുണ്ട്. ഇനി നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇബിനി ഹുന ഫി തിരുവനന്തപുരം എന്ന് പറയാ. എൻ്റെ മകൻ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ഉപ്പയാണെങ്കിലോ അബി ഹുന ഫി കാലിക്കറ്റ്. വാപ്പ ഇവിടെ കാലിക്കറ്റിലുണ്ട്. അബി ഹുന ഫി അരീക്കൂത്ത്. വാപ്പ ഇവിടെ അരീക്കോടുണ്ട്. അപ്പം ഈ പ്രയോഗങ്ങൾ നമ്മുടെ പ്രയോഗങ്ങളായി മാറണം. ഇനി ഈ ഒരു ഇത് നമുക്ക് മലയാളത്തിൽ പറയാൻ മലയാള വാചകങ്ങൾ, ഇത്തരത്തിലുള്ള മലയാള വാചകങ്ങളെ അറബിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ഇനി ഹുവ മുവജ്ജിഹുൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ഹുവ മുവജ്ജിഹുൻ, അദ്ദേഹം ഒരു ഗൈഡാണ്. അതുപോലെ നമ്മുടെ ഉപ്പ ഒരു ഡോക്ടറാണെങ്കിൽ ഹുവ തൊബീബുൻ, അല്ലെങ്കിൽ ഹുവ മുദരിസുൻ ഫിൽ മദ്രസ, ഹുവ മുസാരിഉൻ ഹുന, അദ്ദേഹം ഇവിടെ കർഷകനാണ്. അദ്ദേഹം ഇവിടെ ഹുവ താജിറുൻ ഹുന, അദ്ദേഹം ഇവിടെ കച്ചവടക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ശരി, ഹിയ ഐലൻ ഹുന, ഈ ഒരു പ്രയോഗം നോക്കൂ. ഹിയ ഐലൻ ഹുന എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവർ, ഹിയ ഹിയ ഐലൻ ഹുന, ഷീ ഈസ് ഓൾസോ ഹിയർ അല്ലേ? അവരും ഇവിടെ ഉണ്ട്. അപ്പം അദ്ദേഹവും ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഹുവ ഐലൻ ഹുന, ഹുവ ഐലൻ ഹുന എന്ന് നമുക്ക് പറയാൻ നമുക്ക് കഴിയണം. ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ, ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ. അപ്പോൾ ഉമ്മയെ പറ്റിയിട്ടാണെങ്കിൽ ഉമ്മയും ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഉമ്മി ഐലൻ ഹുന, ഉമ്മയും ഇവിടെ ഉണ്ട്. ഉമ്മി ഐലൻ ഹുന, ഉമ്മയും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഉഖ്തി ഐലൻ ഹുന, എൻ്റെ സഹോദരിയും ഇവിടെ ഉണ്ട്. ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ, ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ. ഇതേപോലെ ഹിയ മുദരിസത്തുൻ ഫിൽ മദ്രസത്തി സാനവിയ, നമുക്ക് പറഞ്ഞൂടെ? ഹിയ മുഫത്തിഷത്തുൻ ഫിൽ മദ്രസത്തി സാനവിയ, ഹിയ മുവജ്ജിഹത്തുൻ ഫിൽ മദ്രസത്തി സാനവിയ. ഇങ്ങനെ ഓരോ സെൻറ്റൻസുകളും നമ്മൾ പഠിക്കുമ്പോൾ ആ സെൻറ്റൻസുകളെ സമാനമായ മറ്റ് സെൻറ്റൻസുകൾ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.